തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. അത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. സർവകലാശാലയിൽ ഭരണസ്തംഭനമുണ്ടാക്കുന്ന നീക്കങ്ങളുമായി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ കൂടി രംഗത്തെത്തുകയാണ്. സർവകലാശാല ഫയൽ നീക്കം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കമാണ് VC നടത്തുന്നത്. ഫയൽ പ്രോസസിംഗ് ചുമതല കെൽട്രോണിന് പകരം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം ഫയൽ പ്രോസസിംഗ് ചുമതല തനിക്ക് നൽകണമെന്ന VCയുടെ ആവശ്യം സ്വകാര്യ ഏജൻസി തള്ളിയിരുന്നു. ഗവർണറെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ ജ്യോതികുമാർ ചാമക്കാലയും രംഗത്തെത്തി. വിജിൻ വായന്തോട് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഒരു ഭരണസ്തംഭനമാണ് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഫയൽ പ്രോസസ്സിംഗ് അത് സ്വകാര്യ ഏജൻസിയിൽ നിന്ന് അത് കെൽട്രോണിൽ നിന്ന് മാറ്റിക്കൊണ്ട് അത് VCയുടെ ഒരു അധികാര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെ സിൻഡിക്കേറ്റ് പ്രതിരോധിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തൊക്കെ കേരളയിൽ നടക്കുന്നു ഇപ്പോൾ വിജിൻ? പ്രധാനമായ ഇക്കാര്യത്തിൽ രണ്ട് അധികാര കേന്ദ്രങ്ങളായ രജിസ്ട്രാർമാർ മാറിയിട്ടുണ്ട്. അതായത് വൈസ് ചാൻസലർ നിയോഗിച്ച മിനി കാപ്പനും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ അനിൽകുമാറുമാണ് രണ്ട് രജിസ്ട്രാർമാരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫയൽ നീക്കങ്ങൾ ആര് കൈകാര്യം ചെയ്യുമെന്നുള്ള തർക്കമാണ് നിലവിൽ നടത്തുന്നത്. അത് ബ്ലോക്ക് ചെയ്യാനാണ് VCയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഓരോ സെക്ഷനിലെയും ഉദ്യോഗസ്ഥന്മാർ ഫയലുകൾ നൽകുന്നത് വൈസ് ചാൻസലർ രജിസ്ട്രാർ അനിൽകുമാറിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫയലുകൾ അത് അനിൽകുമാർ ചേംബറിലേക്ക് എത്തുന്നത് തടയുക എന്നുള്ളതാണ് നിലവിൽ VC ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ ഫയലിംഗ് നടത്തുന്ന അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്ന ഒരു സ്വകാര്യ ഏജൻസി, ടെക്നോ പാർക്കിലെ സ്വകാര്യ ഏജൻസിയാണ്. സർവകലാശാല ഇക്കാര്യത്തിൽ ഈ ഫയലിംഗിനുള്ള ടെൻഡർ നൽകിയിരിക്കുന്നത് കെൽട്രോണിനാണ്. കെൽട്രോൺ സബ് കരാറായി നൽകിയിരിക്കുന്നതാണ് ഈ സ്വകാര്യ കമ്പനിക്ക്. അവരെടുത്താണ് VC ഈ ഫയലിംഗിന്റെ പൂർണ്ണമായ അധികാരം അത് തനിക്ക് നൽകണം എന്നാവശ്യപ്പെട്ടത്. എന്നാൽ VCയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കെൽട്രോൺ ആണ് തങ്ങൾക്ക് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്, കരാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെൽട്രോണിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ഫയലിന്റെ പൂർണ്ണമായ ചുമതല അത് വൈസ് ചാൻസലർക്ക് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ സ്വകാര്യ കമ്പനി വൈസ് ചാൻസലറെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കെൽട്രോൺ സർക്കാരിനോട് ആലോചിക്കാതെ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഡിജിറ്റൽ സർവകലാശാലയെ ഈ ഫയലിംഗ് പ്രോസസ്സിംഗിന്റെ ചുമതല ഏൽപ്പിക്കാനുള്ള ഒരു നീക്കം VCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ എന്ന് പറയുന്നത് അത് സിസ തോമസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ചേർന്നുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫയലുകൾ അത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് വൈസ് ചാൻസലർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിൽ തുടർ നടപടി എന്തായാലും സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പൂർണ്ണമായും ഒരു ഫയലിംഗ് നടപടികൾ ഒക്കെ സ്തംഭിക്കുന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് വൈസ് ചാൻസലർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഗവർണർ സർക്കാർ കൂട്ടുത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വന്നത്. ചാൻസലർക്ക് ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ആ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് സർക്കാരിനെ സംരക്ഷിക്കാനാണ്. പല വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ചാമക്കാല ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നത്.